നമ്മൾ കയറുമ്പോൾ അറിയുന്നൊരു എനർജിയാണ് നമ്മുടെ ഒബ്സർവേഷനും മെഷർമെൻറ്റും. അതുകൊണ്ട് നിങ്ങൾ വിചാരിച്ചില്ല ഞാൻ ഇവിടെ വന്നിട്ട് എന്തേലും നോക്കാത്തതെന്ന്. നോക്കേണ്ട കാര്യമൊന്നുമില്ല, കയറി വരുമ്പോൾ പറയും. മനസ്സിലാവുണ്ടോ? ഉണ്ടെങ്കിൽ അപ്പം പറയും. മാറ്റം വേണമെങ്കിൽ അപ്പം തന്നെ പറയുന്ന ഒരാളാണ്. അല്ലെങ്കിൽ ഇന്നത് ചെയ്യണം, അല്ലെങ്കിൽ ഇന്നത് ചെയ്യാന്നൊക്കെ പറയുന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലാന്ന് കയറുമ്പോഴേ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു ദോഷമില്ലാന്ന് അതുകൊണ്ടാണ് പറഞ്ഞത്. സാറ് പറഞ്ഞത് 20 സെൻറ്റിൻ്റെ മുകളിലാണെങ്കിൽ മാത്രമേ, അഗ്രഹാരങ്ങളല്ലെങ്കിൽ മാത്രമേ, മൾട്ടിപ്പിൾ സ്റ്റോറി ബിൽഡിംഗ് അല്ലെങ്കിൽ മാത്രമേ, എവിടെയൊക്കെ എന്തൊക്കെ ഡ്വെല്ലിങ്സ് എന്നാണ് വാസ്തു, വീടല്ല, ചുറ്റുമുള്ള മരങ്ങളുടെ ക്വാളിറ്റി കൂടി പറയണം. വീടിനകത്ത് മാത്രം നോക്കുന്നതല്ല വാസ്തു. രണ്ട് ആഗമശാസ്ത്രത്തിന്റെ ഒരു സബ് ഭാഗമാണ് വാസ്തു. ആഗമശാസ്ത്രം എന്ന ക്ഷേത്രത്തിന്റെ സ്ഥാനങ്ങൾ നോക്കണം. അപ്പൊ നമ്മുടെ നടുവിൽ ദേവീക്ഷേത്രം, എന്നെ അറിയുന്ന സ്ഥലമായതുകൊണ്ട് പറഞ്ഞതാണ്. ദേവീക്ഷേത്രത്തിന്റെ മുമ്പിൽ വീട് വാഴില്ല. നമ്മുടെ ആ ദേവീക്ഷേത്രത്തിന്റെ നേരെ മുമ്പിൽ ഏതെങ്കിലും നല്ല വീടെന്ന് പറയും. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ മുമ്പിൽ കൃത്യമായിട്ട് വഴി. ഇതിന്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തുള്ള ആദ്യത്തെ ഭവനം തന്ത്രിയുടെ ആണ്. രാജരാജേശ്വര ക്ഷേത്രം, അതിന്റെ നോർത്ത് ഈസ്റ്റ് ഭാഗം തന്ത്രിയുടെ വീടാണ്. കാരണം അദ്ദേഹത്തിന് ഇത് ബാധകമല്ല. അവിടെയാണ് എനർജി ഫ്ലോ. നമ്മൾ ഓരോ ക്ഷേത്രത്തിലും പോയിട്ട് ഞാൻ എൻ്റെ പ്രശ്നങ്ങളൊക്കെ പറയുമ്പോൾ അത് ഒഴുക്കിക്കളയാനുള്ള ഡ്രൈനേജിന് ഒരു പാത്ത് കൊടുത്തിട്ടുണ്ട്. അതിനെയാണ് വീഥി എന്ന് പറയാം. ആഗമശാസ്ത്രം പറയുന്നത്, ഞാൻ പഠിച്ച ആഗമശാസ്ത്രം. ഓക്കെ, ആ പോകുന്ന വീഥിയിൽ ആരെങ്കിലും പെട്ടാൽ നിങ്ങൾ ഡ്രൈനേജിൽ പെട്ടതുപോലെ നശിക്കും. കാരണം എല്ലാവരുടെ ദോഷവും അതുവഴി ഒഴുകി പോകണം. അതുകൊണ്ട് അവിടെ കാവുണ്ടാവും പണ്ട്. സാർ ഇത് പറയുന്നത് സയൻസും ഉണ്ട്, ഇത് നമ്മുടെ റിച്വൽസ് ഉള്ള സയൻസ് ആണ്. റിച്വൽസ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന ആചാരവും അനുഷ്ഠാനവും. അനുഷ്ഠാനം എന്ന് പറഞ്ഞാൽ ബേസിക് സയൻസ് ആണ്. ആചാരം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന വിധമാണ്, ഇന്റർപ്രറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഒരു സാധനം ഞാൻ കൊണ്ടുപോകുന്ന സമയത്ത് പാക്ക് ചെയ്ത് കൊടുക്കണം. അതിൽ എന്തിൽ പാക്ക് ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിക്കാം. പ്ലാസ്റ്റിക്കിൽ പാക്ക് ചെയ്യണോ, പേപ്പറിൽ പാക്ക് ചെയ്യണോ എന്നൊക്കെ നിങ്ങൾക്ക് ആലോചിക്കാം. പാക്ക് ചെയ്തിട്ട് കൊടുക്കണം. ഒരാൾ വന്നാൽ എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കണം എന്നുള്ളത് അനുഷ്ഠാനം. അത് ചായ വേണോ, കാപ്പി വേണോ, കള്ള് വേണോ എന്നുള്ളത് നിങ്ങളുടെ ആചാരത്തിൻ്റെ ഭാഗമാണ്. മനസ്സിലായോ? അപ്പം ഞാൻ ഈ ആചാരപ്രകാരം ക്ഷേത്രത്തിൽ ഒഴുകുന്ന വാക്ക് ഇന്നെടുത്ത് ഇന്നത് ചെയ്യണം എന്നുള്ളത്. നമ്മുടെ എല്ലായിടത്തും കാവുണ്ടോയെന്ന് ചോദിച്ചാൽ എല്ലായിടത്തും കാവുണ്ടാവില്ല. പക്ഷെ ചെയ്യാമല്ലോ. കാറ്റിനനുസരിച്ചിട്ട് അത് പുറത്തോട്ട് പോവോ, അത് പൈപ്പിലേക്കാണോ പോകുന്നത്, കടലിലേക്കാണോ പോകുന്നത് അനുസരിച്ചിട്ടല്ലേ മാറ്റുക. അപ്പം സാർ എന്തായാലും ഈ വലിയൊരു പ്ലോട്ടാണെങ്കിലും നമുക്ക് കമേഴ്ഷ്യൽ ഇതാണെങ്കിലും ആർക്കിടെക്ചറൽ എസ്തെറ്റിക് നോക്കിയിട്ടാണെങ്കിലും നമുക്ക് ഇതൊക്കെ ചെയ്യാം. ഞാൻ സാറുടെ ഒരു സമയം എന്തായാലും ഞാൻ പ്രൊഫഷണലി തന്നെ അല്ല, ഇതിൽ 3 കാര്യങ്ങളിൽ ഏതാണ് നിങ്ങൾക്ക് കുഴപ്പമുണ്ടാക്കുന്നത് നിങ്ങൾ അറിഞ്ഞാൽ മതി. ഓക്കെ, മനസ്സിലായോ? ഏതാണെന്ന് അറിയണം. എന്താണ്, വാസ്തുവാണോ, ജ്യോതിഷമാണോ, ജാതകമാണോ, അല്ല നിങ്ങളുടെ കർമ്മമാണോ? ഓക്കെ, അതിപ്പം സാറിനെ പോലെ മൂന്നും നോക്കണം.